ഇനി അത് കണ്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇത് ഇവിടെ സ്പൈസി കഫേ ഉണ്ടോ മുസ്തഫ? വണ്ടി ഉണ്ട് മോനെ, നോക്കി പോണേ. വണ്ടി ഇടിച്ചിട്ട് അടുത്ത പുലോനുണ്ടാക്കുന്നത്. എന്താ ആള് പറഞ്ഞെന്താ? അവിടുന്ന് ഇപ്പൊ ഇത്ര നേരം ലെഫ്റ്റ് എന്ന് പറഞ്ഞേ, ഇപ്പൊ ഒരു റൈറ്റ് കണ്ടിട്ട് അത് ശരിക്കും റൈറ്റ് ആയാൽ മതിയായിരുന്നല്ലേ? വേറെട്ടുന്നുണ്ടോ? ഫൈനലി എന്ത് കണ്ടുപിടിച്ചു മുസ്തഫ? മൗസി കണ്ടുപിടിച്ചു. ചുറ്റിത്തിരിഞ്ഞ് വേർത്ത് വിളിച്ച് മൗസ് കണ്ടുപിടിച്ചപ്പോൾ മര്യാദയ്ക്ക് ക്ലിയർ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച മഞ്ഞ ലൈറ്റ് കാരണം ക്ലിയറായിട്ട് തിരിയണ തന്നെ ഇല്ല. കിട്ടിയോ? എന്താ കിട്ടിയേ? ബർത്ത്ഡേക്കാർക്കൂടെ ഓഫറുണ്ട് അവൽ മിൽക്ക്. കൂടുതലുള്ളവർക്കോ ഏജിനനുസരിച്ചിട്ട് ഡിസ്കൗണ്ട്. അപ്പൊ എന്റെ 40 വയസ്സ് ഡിസ്കൗണ്ട് 29 വയസ്സായിട്ടുള്ളൂ. അങ്ങനെ ഓഫറൊക്കെ കിട്ടി പേയ്മെൻ്റൊക്കെ ചെയ്ത് അവൽ മിൽക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അവൽ മിൽക്ക് കിട്ടുന്നതിനെ കഴിഞ്ഞും ഞങ്ങൾക്ക് അവിടുത്തെ എ സിയിലെ തണുപ്പായിരുന്നു ഏറ്റവും പ്രധാനം. ഇത്രയും നടന്ന് കുഴഞ്ഞിട്ട് ആ തണുപ്പ് കൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സമാധാനം കിട്ടും. പിന്നെ പോരാത്തതിന് മുസ്തഫാൻ്റെ കുറേ തള്ളും. ആ കോഴിക്കോട് സ്റ്റാർ ചെന്നിട്ട് പൊരിച്ച കോഴി കിട്ടാത്ത വിഷമമൊക്കെ അവന് ഈ അവൽ മിൽക്ക് കണ്ടപ്പോഴത്തേക്കും മാറി. അങ്ങനെ ഓർഡർ ചെയ്ത് അവൽ മിൽക്കൊക്കെ എത്തി. ഞങ്ങളൊരു ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ, ഫാഷൻ ഫ്രൂട്ട് ഫ്ലേവർ, മാംഗോ ഫ്ലേവർ, പിന്നെ ഒരു ഫ്രൂട്ട് ആൻഡ് നട്ട്സ്, ഇത് 4ആണ് ഓർഡർ ചെയ്തത്. സംഭവം അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ബാക്കി ഫ്ലേവേഴ്സിനെ കഴിഞ്ഞൊക്കെ എനിക്കിഷ്ടപ്പെട്ടത് ടെൻഡർ കോക്കനട്ട് തന്നെയാണ്. അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് മുസ്തഫാൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങളങ്ങ് സെറ്റാക്കി.